കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു നാടൻ പരിപ്പ് കറിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ചാനലിൽ ഒരുപാട് പഴയ വീഡിയോകൾ കിടപ്പുണ്ട്, അതും കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പരിപ്പ് കറി തയ്യാറാക്കുവാനായി ഒരു കുക്കർ എടുത്ത് 1 കപ്പ് തുവര പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് കീറിയത്, മഞ്ഞൾ പൊടി 1/4 ടീസ്പൂൺ, 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ച് ഇത് ബോയിൽ ചെയ്തെടുക്കാം. ഇനി പരിപ്പ് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു 3/4 കപ്പോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സി ഉപയോഗിച്ച് ഇത് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇനി പരിപ്പ് കറി തയ്യാറാക്കുവാനായിട്ട് ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കിനും വറ്റൽമുളക് ഒരു 2-3 വറ്റൽമുളക് പൊട്ടിച്ച് അതിലേക്ക് ഇടാം. ഇനി 1 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ ഇഞ്ചി 1 ടീസ്പൂൺ അളവിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ അളവിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഒരല്പം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഹാഫ് റോസ്റ്റ് ആകുമ്പോഴത്തേക്കിന് അതിലേക്കൊരു 4-5 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊരു അത്യാവശ്യം ഡ്രൈ ആവുന്നവരെ നമുക്ക് റോസ്റ്റ് ചെയ്യാം. ഇതിലും നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ 3 തവണ ഇപ്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ 1/4 ടീസ്പൂൺ വെച്ചാണ് ചേർത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ ചെറു ചൂടിൽ തന്നെ അരപ്പ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂൺ കണക്കിനുള്ള നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഇത് ഒരല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഇത് നന്നായിട്ട് കുറുകി നല്ല സെറ്റായി ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ പരിപ്പ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.